അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാം. അതിനുള്ള ആൻസർ നമ്മളെ സ്പീക്കർമാർ തരുന്നതായിരിക്കും. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നേരത്തെ. ജപ്പാൻ ലാംഗ്വേജ് സ്റ്റഡിക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? തേർഡ് സ്പീക്കർ കവർ ചെയ്തെന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എന്നാലും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയിലേക്ക് എങ്ങനെയാണ് ഇവിടെ നമുക്ക് എൻറോൾമെന്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ക്വസ്റ്റ്യൻ. അത് ഇപ്പം പല ഇതുണ്ട്. ഇപ്പം കുറെ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് ഓരോ നാട്ടിലും. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. കുറെ ഫേക്ക് ഏജൻസികളും ഉണ്ട്. അപ്പം അത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം എങ്ങനെയാണെന്നില്ല, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെബ്സൈറ്റിൽ ഇപ്പോൾ ജാപ്പനീസ് അക്കാദമീസ് ഇൻ ജപ്പാൻ എന്ന് അടിച്ചെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ ജപ്പാനി അക്കാദമീസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യാവുന്ന ആളാണെങ്കിൽ നമുക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. റെസ്പോണ്ട് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഇതുണ്ടെങ്കിൽ KMCC ആയിട്ട് ബന്ധപ്പെട്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വന്നൊരു ക്വസ്റ്റ്യന്, ഹൗ കാൻ ഐ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എൻട്രൻസ് എക്സാം? എൻട്രൻസ് എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ആണോ ലാംഗ്വേജ് സ്റ്റഡീൻ്റെ എക്സാം ആണോ ഉദ്ദേശിക്കുന്നത്? ഫാത്തിമത്തുൽ സിയാന. യൂണിവേഴ്സിറ്റി. ഓക്കെ, യൂണിവേഴ്സിറ്റിയിൽ 2 തരത്തിലുള്ള ടേം ഉണ്ട് അഡ്മിഷന്. ഏപ്രിൽ ടേം, ഒക്ടോബർ ടേം. ഏപ്രിൽ ടേമിനുള്ള യൂണിവേഴ്സിറ്റി എൻട്രൻസ് ഏകദേശം വരുന്നത് ജാനുവരി ഫെബ്രുവരി കാലയളവിലാണ്. ഒക്ടോബർ ടേമിനാണെങ്കിൽ അതിൻ്റെ ഒരു 2 മാസം മുമ്പ്. അതായത് ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്ത് അഡ്മിഷന് മുമ്പേ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. സ്കോളർഷിപ്പ് എൻട്രൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സ്കോളർഷിപ്പിൻ്റെ എംബസി വഴിയാണെങ്കിൽ ഇന്ത്യൻ എംബസിയിലുള്ള ഇപ്പം ഏകദേശം ഒരു വർഷം മുമ്പേ ആയിരിക്കും അതിൻ്റെ എൻട്രൻസ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ ടെസ്റ്റ് എല്ലാം ഉണ്ടാവുക. വേറൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ യൂണിവേഴ്സിറ്റിൻ്റെ റിലേറ്റഡ് ഒന്നുകൂടി വന്നിട്ട് ആൻസർ ആയിട്ട്. ജപ്പാനിലുള്ള ഡിപ്പെൻഡ് വിസക്കാർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും? യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും. അത് തന്നെ അതിൻ്റെ പ്രൊസീജിയർ വഴി, അതായത് ജപ്പാനിൽ നിന്ന് മാസ്റ്ററിനാണെങ്കിലോ PhDക്കാണെങ്കിലോ ആദ്യം ഒരു പ്രൊഫസറെ കണ്ടുപിടിക്കാം, എന്നിട്ട് എൻട്രൻസ് എക്സാം കൊടുക്കാം. അഡ്മിഷൻ ഫീ, എൻട്രൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ ഫീ അടയ്ക്കുക, ട്യൂഷൻ ഫീ ഉണ്ടാവും. പിന്നെ അവർക്ക് സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഡിപ്പെൻഡൻ്റ് എന്നുള്ളതിൽ നിന്ന് മാറി സ്റ്റുഡൻഷിപ്പിലേക്ക് മാറാനുള്ള ഓപ്ഷനുണ്ട്. ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയി ജപ്പാനിൽ മൈ ക്വാളിഫിക്കേഷൻ എംടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് അല്ലേ? എംടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. I have a working experience as assistant professor in engineer college. How will apply job for or PhD? ജോബിനാണെന്നുണ്ടെങ്കിൽ എംടെക് കമ്പ്യൂട്ടർ സയൻസ്, അതായത് അതിൻ്റെ കൂടെ ജാപ്പനീസ് ലാംഗ്വേജും കൂടെ ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ്. അപ്പോൾ അതിലുള്ള കുറച്ച് ജോബ് പോർട്ടൽസ് ഉണ്ടല്ലോ ഞാൻ ഷെയർ ചെയ്തേ, അതൊരു ഓപ്ഷനാണ്. അതിലൂടെ ജോബ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതിൻ്റെ കൂടെ ജാപ്പനീസ് പ്രൊഫഷൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. കമ്പ്യൂട്ടർ സയൻസ് എംടെക് കഴിഞ്ഞവർക്ക് 100% ഇംഗ്ലീഷുള്ള ജോബ് ഉണ്ടോ? അത് ചിലപ്പോൾ ജപ്പാനിൽ
ജാപ്പനീസ് കമ്പനീസ് അല്ലാതെ ഓവർസീസ് അമേരിക്കനോ UK ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനീസ് ഒക്കെ ഉണ്ടാവും. അവിടെയും ചാൻസ് ഉണ്ട്. പക്ഷെ ജാപ്പനീസ് ലാംഗ്വേജ് അവര് പ്രയോറിറ്റി കൊടുക്കും. എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സിന് ജപ്പാനിലുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അവസാനം ഇപ്പം നിലവിൽ വന്ന ദുബായിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദുബായിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനോ ഏതാണ്? അത് ഓപ്റ്റീഷ്യൻ 30 years വർക്ക് ചെയ്യും. ഒപ്റ്റീഷ്യൻ ഒക്കെ ആവുമ്പോൾ കൂടുതൽ നമ്മൾ ജാപ്പനീസ് കസ്റ്റമേഴ്സ് ആയിരിക്കും ഇവിടെ കൂടുതൽ. അപ്പം മസ്റ്റ് ഹാവ് ജാപ്പനീസ് ലാംഗ്വേജ്. അപ്പം അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ N2 N1 ലെവൽ അതിനൊക്കെ വേണ്ടി കൂടുതൽ വേണ്ട നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്പീക്കിംഗ് ഇത് നമുക്ക് എന്തായാലും വേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മോഡല്, ജപ്പാനിലുള്ള ഡിഫൻസ് വിസക്കാർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞതാ? പിന്നെ വേറൊന്നും കാണുന്നുണ്ടല്ലോ, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ആൻസർ ചെയ്തിരുന്നോ? ഇല്ല. I am civil engineering graduate currently working as site engineer in local firm. Previously worked as site supervisor for 1 year. Considered an extracurricular. Yeah, I think your work experience in civil engineering, including the site visit, can be considered for master. I don't know how many years you were working, but if it is certain years with the field experience, you can write in the application that you had some kind of practical experience. It is possible to write in the application. Yes. പിന്നെ ഹലോ, ഒരു റിപ്ലൈ കൂടെ വന്നിട്ടുണ്ട്. കുറെ ജോബ് സൈറ്റ് അപ്ലൈ ചെയ്തിരുന്നു, ബട്ട് അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നുണ്ട്. അത് പിന്നെ ആ വെബ്സൈറ്റിലൊക്കെ ഒരു ജാപ്പനീസ് സ്റ്റൈലില്, അതായത് CV അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒരു ജാപ്പനീസ് ഫോർമാറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരിവിടെ ഓൾറെഡി ജപ്പാനിൽ ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന അവരാ തോന്നുന്നു റിപ്ലൈ ചെയ്തത്. അപ്പൊ ആ ഒരു ഫോർമാറ്റിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവര് ജോബ് ഹണ്ടിങ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൺസിഡറേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഹലോ, ജപ്പാനിലെ ലിവിങ് കോസ്റ്റിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂൾ ഫീസിനെ കുറിച്ചിട്ടും. ലിവിങ് കോസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ദി സിറ്റിയാണ്, ഏത് സിറ്റിയിൽ താമസിക്കുന്നുള്ളതിനനുസരിച്ചിട്ട്. ടോക്കിയോ, ക്യോട്ടോ, ഒസാക്ക ഇങ്ങനെയുള്ള സിറ്റിയുടെ സെൻട്രൽ സിറ്റി പോലുള്ള സ്ഥലമാണെങ്കിൽ വെരി കോസ്റ്റ്ലിയാണ്. ഒരു ഫാമിലി 2 BHK റൂം ടൈപ്പ് ആണെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം 70,000 പെർ മന്ത് വരും, റൂം റെൻറ്റ് മാത്രം. പിന്നെ യൂട്ടിലിറ്റീസ് എക്സ്ട്രാ ആണ് വരിക, ഫുഡ് എക്സ്ട്രാ ഓഫ് കോഴ്സ്. ഇപ്പോൾ യൂട്ടിലിറ്റീസ് പ്ലസ് റൂം റെൻറ്റ് തന്നെ ഏകദേശം ഇന്ത്യൻ മണി സിറ്റിയിൽ 2 BHK ടൈപ്പിന് ഏകദേശം 80,000 to 90,000, 80,000 ഇന്ത്യൻ മണി വരും. പിന്നെ ഫുഡ് ഡിപ്പെൻഡ് ഓൺ ദ ഫാമിലി, നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഫാമിലി. It can vary about 1 lakh to 1.5 lakh Indian money in city.
സിറ്റിയുടെ പുറത്താണെങ്കിൽ റൂം റെൻറ്റ് കുറയും, ഏകദേശം ഹാഫ് ആവും. 2 BHK റൂമും 25,000-35,000 കിട്ടും. ഫുഡ് കോസ്റ്റ് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ആളെ ജീവിത രീതി എങ്ങനെ ശരിക്കും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണോ പുറത്ത്, അങ്ങനെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് മാറും. ടോട്ടലി ഡിപ്പെൻഡ് ആണ്. പക്ഷെ ആവറേജ് ഒരു ഫാമിലി സിറ്റിയിലാണെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം ഒരു, എനിക്ക് തോന്നുന്നത് ഇത് 1.5 lakh ഇന്ത്യൻ മണി സിറ്റിയിൽ. സിറ്റിൻ്റെ പുറത്താണ് ഇതൊരു 1 lakh, ബിലോ 1 lakh വരും അല്ലേ നിഷാദ്? ഏകദേശം അതെ അതെ ഏകദേശം അങ്ങനെ ആയിരുന്നു. സ്കൂളിന്റെ കാര്യം ചോദിച്ചിരുന്നു, അതും കൂടി ഒന്നുള്ളത്. ആ സ്കൂളിൽ, അതെ പ്രൈവറ്റ് സ്കൂള് യൂഷ്വലി കോസ്റ്റ്ലിയാണ്. പ്രൈവറ്റ് സ്കൂൾ ഈവൻ ടോക്കിയിലാണ് ഇന്ത്യൻ സ്കൂളുണ്ട്, CBSE സിലബസ് ഉള്ള. ഫീസ് വരുന്നത് ഇന്ത്യൻ മണി ഏകദേശം 25,000 പെർ മന്ത് ലോവർ ഗ്രേഡിന്. ഹയർ ഗ്രേഡിനാകുമ്പം അത് 35,000-40,000 വരെ വരും ഇന്ത്യൻ മണി പെർ സ്റ്റുഡൻറ്. പെർ മന്ത്. അതേപോലെ MSc ഫുഡ് അതെ സയൻസ് അതെ ആൻഡ് ന്യൂട്രീഷൻ കഴിഞ്ഞ അതെ. ആൾക്കാരുടെ അതായത് ഹോസ്പിറ്റൽ ജോബ്, അതായത് ഉം. ഹെൽത്ത് കെയർ ജോബ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സാലറി കിട്ടുന്ന ഒരു സെക്ടറാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാല് അവിടെ നമ്മുടെ ജാപ്പനീസ് ആണല്ലോ പേഷ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അവരുമായിട്ട് നമ്മൾ ശരിക്ക് കമ്മ്യൂണിക്കേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജപ്പാനില് അധികവും ജാപ്പനീസ് തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ജാപ്പനീസ് അത്രയും ഫ്ലുവൻ്റ് ആയ ഒരു നാറ്റീവ് ലെവലിലേക്കൊക്കെ വന്നാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എത്രത്തോളം അത് നടക്കുന്ന അറിയില്ല. അല്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് കെയർ ഗിവർ ജോബ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന്. മലയാളികളിൽ ഇപ്പം റീസെന്റ് ആയിട്ട് ഏകദേശം 10-50 പേര്. ഓക്കെ. അത് ഈ ഓൾഡ് ഏജ് ഹോമിലുള്ള ആൾക്കാരെ കെയർ ഗിവർ ജോബാണ്. ഡയറക്റ്റ് ഈ ഹോസ്പിറ്റൽസിൽ നഴ്സ് ആ ഒരു ലെവലല്ല, കെയർ ഗിവർ ജോബ് അങ്ങനെ കിട്ടുന്നുണ്ട് ഇപ്പം റീസെന്റ് ആയിട്ട്. പക്ഷെ അതിനും ജാപ്പനീസ് ലാംഗ്വേജ് വേണം. പിന്നെ അത്ര ഫ്ലുവൻ്റ് അല്ലാന്നുണ്ടെങ്കിലും ജോലികൾ ഇപ്പൊ കിട്ടുന്നുണ്ട്. വിസിറ്റിംഗ് വിസയിൽ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ആൻസർ ആയിരുന്നു ക്ലാസ്. വിസിറ്റിംഗ് വിസയിൽ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ നമ്മൾ കൂടുതലും ഇവിടെ യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള ആ ഒരു കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ KMCCന്റെ ഭാഗത്ത് നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. വന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ഇവിടെ, പക്ഷെ അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. ലാംഗ്വേജ് സ്റ്റഡീൻ്റെ ആവറേജ് കോസ്റ്റ് എങ്ങനെ വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലാംഗ്വേജ് അക്കാദമി സ്കൂൾസിന്റെ ആവറേജ് കോസ്റ്റ് ഇവിടുത്തെ 7 lakh N. ഓൾമോസ്റ്റ് നമുക്ക് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? ഇപ്പം 7 lakh എന്ന് പറയുമ്പോൾ 4 lakh പ്ലസ് 4.5 lakh rupees വരും. അത് നമുക്ക് ഒരു ഡിപ്പെൻസ് ഓൺ ഇതാണ്, സ്കൂൾസ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാം പേ ചെയ്യണമെന്നില്ല സ്കൂൾസും ഉണ്ട്. പിന്നെ ഹാഫ് ഇയർ മാത്രം 6 months മാത്രം ഫസ്റ്റ് നമുക്ക് പേ ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ജോലി ചെയ്തിട്ടും അല്ലാതെയും ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസും കൂടി ഉണ്ട്. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ട്. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി MSc സർട്ടിഫിക്കറ്റ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ മതിയോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് ഇൻഡസ്ട്രിയിൽ ഫുഡ് ഇൻസ്പെക്ടർ ആയിട്ടോ സൂപ്പർവൈസർ ആയിട്ടോ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ക്വാളിഫിക്കേഷൻ എന്തിനു മതിയോ എന്നുള്ളത് ചോദിക്കുന്നത്. അതായിരിക്കും ഹെൽത്ത് ആമോ- റിലേറ്റഡ് ആം- ആയിട്ടുള്ള. അതെ അതെ. അതേ ജാപ്പനീസ്. ഇപ്പം പറഞ്ഞതുപോലെ ഫസ്റ്റ് ലാംഗ്വേജ് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കണം, നിർബന്ധമാണ് അതിന്. കാരണം ഈ കെയറിങ് കൊടുക്കുന്നത് തന്നെ ജാപ്പനീസിനാണ്. അപ്പോൾ അത് ലാംഗ്വേജ് ഫസ്റ്റ് പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം മതിയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ സൂപ്പർവൈസിങ് ജോബൊന്നും അങ്ങനത്തെ ഇവിടെ നിലവിൽ ഇൻ്റർനാഷണൽസ് അങ്ങനെ ഡയറക്റ്റ് പുറത്ത് വന്നിട്ട് ചെയ്തതായിട്ടുള്ളത് അറിവിലില്ല.
ഇവിടെ സാധാ കമ്പനിയിൽ കയറി പ്രൊമോഷൻ പോലെ ലാംഗ്വേജെല്ലാം നന്നായിട്ട് അറിയുന്നവർക്കുള്ള അങ്ങനത്തെ ഫുഡ് ഇൻഡസ്ട്രി അങ്ങനത്തെ സൂപ്പർവൈസിങ് ജോബെല്ലാം സാധ്യതയുള്ളൂ. റിലേറ്റ് ഒരു ജുമാന നാട്ടിൽ PhDക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പം നേരത്തെ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ സൂചിപ്പിച്ചതുപോലെ 2 തരത്തിൽ അപ്ലൈ ചെയ്യാം PhDക്ക്. ഒന്ന്, ഫസ്റ്റ് ജപ്പാൻ എംബസി ഇൻ ഇന്ത്യ വഴി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക. സ്കോളർഷിപ്പ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ജപ്പാനിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ജപ്പാനിലുള്ള യൂണിവേഴ്സിറ്റി ഡയറക്റ്റ്ലി അഡ്മിഷൻ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അവർ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ ടെസ്റ്റുകളെല്ലാം ഉണ്ടാവും. എന്നിട്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ വരുമ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ഇനീഷ്യൽ കോസ്റ്റ്, നിങ്ങൾ ഇനീഷ്യൽ എക്സ്പെൻസ്, അഡ്മിഷൻ ഫീ, ട്യൂഷൻ ഫീ ഇതെല്ലാം ഉണ്ടാവും. ട്യൂഷൻ ഫീ നേരത്തെ ലാംഗ്വേജ് സ്റ്റഡിക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 4 lakh ഇന്ത്യൻ മണി പെർ ഇയർ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വരും. അതെല്ലാം പേ ചെയ്യേണ്ടതുണ്ട്. സ്കോളർഷിപ്പ് വഴി വരുമ്പം ഈ ട്യൂഷൻ ഫീ, അഡ്മിഷൻ ഫീ ഇതെല്ലാം എക്സംപ്റ്റഡ് ആണ്. ജാപ്പനീസ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഫൈനാൻഷ്യൽ സ്ഥിതി അനുസരിച്ചിട്ട് മെത്തേഡ് ചൂസ് ചെയ്യാവുന്നതാണ്. യൂഷ്വലി സർട്ടൻ ബേസിക് ക്വാളിഫിക്കേഷൻ, അതായത് 60% മാർക്ക്, സർട്ടൻ എക്സ്ട്രാ സ്കിൽസ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ റിലേറ്റീവ്ലി ഈസിയാണ്. പക്ഷേ അതിൽ ഓൺ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എനി സബ്ജക്റ്റ് PhDക്ക്, മാസ്റ്റർ ഓർ PhD റിലേറ്റീവ്ലി ഈസിയാണ് ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ. സ്കോളർഷിപ്പ് ഇല്ലാതെ, സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ എടുക്കണമെങ്കിൽ ക്വയറ്റ് കോമ്പറ്റീറ്റീവ് ആണ്. MSW എന്നുള്ളത് സോഷ്യൽ സർവീസ് മേഖലയിലുള്ളതായതുകൊണ്ട് തന്നെ ലാംഗ്വേജ് മസ്റ്റാണ്. MSW കഴിഞ്ഞാലും അത് തരത്തിലുള്ള ജോലിയിൽ പങ്കെടുക്കണമെങ്കിൽ, ജോലിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ഒരു മസ്റ്റായി വരും. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനേക്കാളും വാല്യൂ ഉണ്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എന്നതിനനുസരിച്ചിരിക്കും. ഇന്ത്യയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും കൺട്രി അല്ല ഒരു യൂണിവേഴ്സിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് ഡിസൈഡ് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലുള്ള IIT-ൻ്റെ അല്ലെങ്കിൽ ഈവൻ NIT-നേക്കാളും സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ്, കോളേജ് ജപ്പാനിലുണ്ട്. തിരിച്ചും ഇന്ത്യയിൽ കുറേ യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് ജപ്പാനിൽ ലോക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് പോലും എത്താത്തതും ഉണ്ട്. അപ്പോൾ അത് ഏത് യൂണിവേഴ്സിറ്റി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വാല്യൂ. യൂഷ്വലി ജപ്പാൻ യൂണിവേഴ്സിറ്റി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ വാലിഡാണ്. സർട്ടൻ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് എംബസി വഴിയെല്ലാം വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ ജനറലി വാലിഡാണ്. ജപ്പാൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ആക്കാൻ ഓൺ ആവറേജ് എത്ര ടൈം എടുക്കും? പ്രൊഫഷൻസിക്ക് ഒരു 1 year ഫുൾ ടൈം 1 year പഠിക്കുകയാണെങ്കിൽ 1 year മോർ ദാൻ ഇനഫ് ആണ് അല്ലേ ക്ലാസ്സിൽ? ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ആക്കാൻ ഏകദേശം 1 year ഫുൾ ടൈം പഠിക്കുകയാണെങ്കിൽ ഇനഫ് അല്ലേ? ഇനഫാണ്, ഡിപ്പെൻസ് ആണ്. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടിരിക്കും. നമ്മൾ ഇത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നതും ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ കേസെല്ലാം പറയുന്നതാണെങ്കിൽ ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോബിൽ ജാപ്പനീസ് ആൾക്കാരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തു. അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ അതേപോലെ നമ്മൾ എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് അങ്ങനെ അതിനനുസരിച്ചുള്ള സമയം എടുക്കും. ഓൾമോസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ 1 year മതി. ഒരു ക്വസ്റ്റ്യൻ, ബിടെക് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതേപോലെ മെഷീൻ ലേണിംഗ് അതിനൊക്കെ നല്ല വാല്യൂ ആണ്. അത് ഒരു നല്ലൊരു ജോബ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിലും ജാപ്പനീസ് വേണം. ഇപ്പോ ഇന്ത്യയിൽ നിന്ന് തന്നെ പല കമ്പനീസും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ
AI-യും മെഷീൻ ലേണിംഗും ഒക്കെ ഉള്ള പ്രൊഫഷണൽസിന്. അപ്പോൾ അതിന്റെ കൂടെ ജാപ്പനീസ് ലാംഗ്വേജും കൂടെ ഉണ്ടെങ്കിൽ അതൊരു മുതൽകൂട്ടായിരിക്കും. ചാർട്ടേഡ് അക്കൗണ്ടിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് മുകളിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് യൂണിവേഴ്സിറ്റീസ് ആർ കൺസിഡർഡ് ദ ഗ്രേറ്റ് ഫോർ ഡൂയിങ് ദ PhD in psychology in Japan? സൈക്കോളജി, സോഷ്യൽ സയൻസ്, ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾക്കുള്ള ഇൻട്രസ്റ്റിംഗ് മേഖലയിൽ സൈക്കോളജി നമ്മൾ നാട്ടിൽ പഠിക്കുന്ന പോലെ ഒരൊറ്റ സബ്ജക്റ്റ് അല്ല. ഏത് മേഖലയിലുള്ള അതിൻ്റെ സൈക്കോളജിക്കൽ പാർട്ട് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നഴ്സിംഗ്, മെഡിക്കൽ ഹെൽത്ത് മേഖലയിലുള്ള സൈക്കോളജി വരുന്നുണ്ട്, സോഷ്യൽ സയൻസ് മേഖലയിലുള്ള സൈക്കോളജി വരുന്നുണ്ട്. അപ്പം ഏതാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ അതിനൊരു ഒറ്റ വാക്കിൽ ഉത്തരമില്ല. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് ഫീൽഡിനനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റീൻ്റെ റിക്വയർമെൻറ്റും അതിൻ്റെ വാല്യൂവും വേരി ചെയ്തിരിക്കും. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് സ്റ്റഡിക്ക് എനി കൈൻഡ് ഓഫ് ITR റിക്വയർമെന്റ് വേണോ? ITR ഇൻകം ടാക്സ്, എന്താണ് ഉദ്ദേശിച്ചത്? ITR മനസ്സിലായിട്ടില്ല. അത് ഉദ്ദേശിച്ചത് ചിലപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ ഗ്യാരണ്ടറിനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നല്ലോ. ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഗ്യാരണ്ടർ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് ബന്ധപ്പെട്ടുള്ള ഇൻകം ടാക്സ് റിക്വയർമെൻ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അതന്നെ ചോദിച്ചു. ഓക്കെ. അത് ഇവിടത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല, ജപ്പാനിലേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് അതിപ്പം നമ്മളിപ്പം അഫിഡവിറ്റ് എല്ലാം ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പം പാരൻസിൻ്റെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഇൻകം ഉണ്ട്, അത് പിന്നെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട് ഇതെല്ലാം കാണിക്കേണ്ടതുണ്ട്. അപ്പം നാട്ടിൽ എന്തെങ്കിലും അതിനെക്കുറിച്ചിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻ വരാൻ ഇല്ല ഒരു ചാൻസും ഉണ്ട്. അത് നമുക്ക് കാണണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്കോപ്പ് ഉണ്ടോ വെച്ച് ആൻസർ ചെയ്തിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് അത് ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എന്തൊരു CPA എക്സാമോ അങ്ങനെ എന്തൊരു എക്സാം ഉണ്ടല്ലോ, അക്കൗണ്ടന്റ് ആവാനുള്ള. അത് ജാപ്പനീസിലാണ്, അത് ഇംഗ്ലീഷിൽ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്യല്ലേ ഏകദേശം? ഒരു ക്വസ്റ്റ്യനും കൂടി കാണുന്നുണ്ട്, അതും കൂടി ഒന്ന്. എൻ്റെ മക്കൾ റാസൽ കൈമയിൽ കമ്പ്യൂട്ടർ സയൻസ് 3 ഇയർ പഠിക്കുന്നു. അതിനുശേഷം അവിടെ വന്നാൽ പഠിക്കാനും ജോലി നോക്കാനും പറ്റുമോ? മകൾക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ എന്ത് ചെയ്യണം? വൈഫ് ഫിലിപ്പീനോ ആണ്, കെയർ ഗിവർ. ജോലി നോക്കാൻ എളുപ്പമാണോ? ആശം ഭായി ഉത്തരം പറയുന്നു. എന്താ ചെയ്യുന്നതെന്ന് പറയുന്നു? ഇപ്പം മകള് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് 3 ഇയർ, 3rd ഇയർ ആയിരിക്കും, 3rd ഇയർ പഠിക്കുന്നു. അതിനുശേഷം ഇവിടെ വന്നെങ്കിൽ സ്കോളർഷിപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ വൈഫ് ഫിലിപ്പീൻ കെയർ ഗിവർ ആണ്, അവർക്കും എന്തെങ്കിലും ജോലി നോക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ഇപ്പം അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞാൽ മാസ്റ്ററിനാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പം മാസ്റ്ററിന് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ വരും എന്നുള്ളതാണ്. അതായത് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടെ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ വകുപ്പ് നാട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 ഓപ്ഷൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. എന്നിട്ട് എൻട്രൻസ് കൊടുക്കാം. ക്ലിയർ ചെയ്താൽ അഡ്മിഷൻ ഫീ, ട്യൂഷൻ ഫീ അടിച്ചിട്ട് അവർ വിസ നിങ്ങൾക്ക് തരും, വന്നിട്ട് പഠിക്കാവുന്നതാണ്. രണ്ടാമത്തത് മനസ്സിലാക്കി നിങ്ങൾ
UAE-ലല്ലേ, അപ്പോൾ സ്കോളർഷിപ്പിന് എംബസി വഴി അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഡൽഹി വഴി അപ്ലൈ ചെയ്യണം. ഇന്ത്യൻ എംബസിയിൽ കൂടി അപ്ലൈ ചെയ്യണം. പിന്നെ മാസ്റ്റർ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റുഡൻറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ആപ്ലിക്കേഷൻ വരിക. അതാണ് ഹയർ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ കെയർ ടേക്കർ നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു മേഖലയിൽ സാധ്യത ഉണ്ടെന്നാണ്. PhD ഇൻ ബോട്ടണി ചെയ്യാൻ എന്തൊക്കെ വേണമെന്നുള്ള ഞാൻ നേരത്തെ എൻ്റെ പ്രസൻറ്റേഷനിൽ സൂചിപ്പിച്ചതുപോലെ റിപ്പീറ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യില്ലേ നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ, അത് വാച്ച് ചെയ്താൽ മതിയാവും. ബ്രീഫ്ലി ഓൺലി സർട്ടിഫിക്കറ്റ് പോരാ, സർട്ടിഫിക്കറ്റിന് മേലെ പ്രത്യേകിച്ച് സ്കോളർഷിപ്പിനെല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. റിസർച്ച് ലെവലിൽ എന്തെങ്കിലും ചെയ്തായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാ ഇൻറ്റേൺഷിപ്പ് ചെയ്തായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫറൻസിൽ സയൻറ്റിഫിക് കോൺഫറൻസിൽ പങ്കെടുത്തായിട്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടി ഉണ്ടെങ്കിലാണ് കൂടുതൽ PhD അഡ്മിഷൻ സ്കോളർഷിപ്പ് വഴി കിട്ടാനുള്ള സാധ്യത കൂടുതൽ. സ്കോളർഷിപ്പ് ഇല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് ഫൈനാൻസ്, സ്വന്തം ട്യൂഷൻ ഫീ എല്ലാം അടച്ചു വരികയാണെങ്കിൽ, എന്നാലും ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം വേണം. കൂടുതൽ കേസിലും അവർ നോക്കുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് മുൻ ചെയ്തത്, എന്താണ് PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. കാസർബായ് ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈനായിട്ട് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടി ആയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൺലൈനിലായിട്ട് എൻ്റെ അറിവിൽ കേട്ടിട്ടില്ല. ഇപ്പം യൂട്യൂബിലൊക്കെ ഇങ്ങനെ ജാപ്പനീസ് പഠിപ്പിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, കുറെ മലയാളികൾ തന്നെ. അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിയില്ല അവർ എത്രത്തോളം സ്കില്ലുണ്ട് എന്നുള്ളത്. ജപ്പാനിലേക്ക് വരാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നാട്ടിലിപ്പം 150 hours നമ്മൾ എന്തായാലും നമ്മൾ കവർ ചെയ്തിരിക്കണം. അതിന് കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ജാപ്പനീസ് കോളിയുടെ അക്കാദമിയിൽ വന്നിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തില്ല നമ്മളല്ലേ? ഏകദേശം കവർ ചെയ്തു. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. ഓക്കെ, അതിൻ്റെ പേരല്ലേ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ ഇപ്പം അപ്പോ അല്ല കഴിഞ്ഞില്ല, വോയിസബിൾ കേൾക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സെഷന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിൽ നമുക്കിത് അതിന്റെ പേരല്ല. ലാസ്റ്റ് നമ്മളെ MCCന്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാനുള്ള ഒരു ഇത് പറഞ്ഞോളൂ. ഓക്കെ. നമ്മളെ KMCCന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ പേജും ഉണ്ട്, ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാൻ, നമുക്ക് അതിൽ റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ താഴെ ചാറ്റിൽ ഇട്ടുതരാം. KMCC ജപ്പാൻ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതെ, അതേപോലെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിന് ജനറൽ ആയിട്ടുള്ളതല്ല, സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് ജപ്പാനിലേക്ക് ഹയർ സ്റ്റഡിക്ക് വരണം എന്നുള്ളവർ KMCC ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ സെലക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ സപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. അത് എല്ലാവർക്കും ആവില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ളവർക്ക് 1-to-1 സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് KMCC ജപ്പാൻ്റെ കീഴിൽ കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ വേറൊന്നുമില്ലല്ലോ ഇനി? ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നിൽ കൂടി ഓൺ ബിഹാഫ് ഓഫ് KMCC Japan would like to thank you
all the speakers, moderator, and all the participants. Thank you very much. In the absence of our honorable guest, Mr. Kunalikutti, we extend our thanks to him and to his team. And we hope the support from both from our participant as well as from the committee members here in Japan as well as in India. Thank you very much. Assalamu alaikum warahmatullah. No.